ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല രുചികരമായിട്ടുള്ള ഒരു ദാൽ ഫ്രൈയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതിനായിട്ട് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകിയെടുത്ത് വെച്ചിട്ടുള്ളതാണ്. പരിപ്പിനാണ് നമ്മൾ ഹിന്ദിയിൽ ദാൽ എന്ന് പറയുന്നത്. ഇനി ഇതിലോട്ട് ഞാൻ 1 കപ്പ് ചെറുപയർ പരിപ്പിന് 2 കപ്പ് വെള്ളമാണ് ഇട്ട് കൊടുക്കുന്നത്. പരിപ്പിനേക്കാട്ടിലും കുറച്ച് കൂടുതൽ വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് വെള്ളം. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 3-4 കഷ്ണം ഇഞ്ചി ഞാൻ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്തതാണ്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു 3-4 വിസിൽ വരുന്ന വരെ ഒന്ന് കുക്കറിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. 3-4 വിസിൽ വന്നതിന് ശേഷം നമുക്ക് നോക്കാം. ഈ സമയം ദാലിന് വേണ്ടിയുള്ള മസാല റെഡിയാക്കുന്നുണ്ട്. ഇതിനായിട്ട് ഞാൻ 1.5 ടേബിൾ സ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നെയ്യ് നല്ലവണ്ണം ചൂടായതിന് ശേഷം നമുക്കിതിലോട്ട് 1 ടീസ്പൂണ് ചെറിയ ജീരകം ഇട്ട് കൊടുക്കണം. ജീരകം ചൂടായി ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലോട്ട് ഞാൻ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു 1/4 ടീസ്പൂണ് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നെയ്യും ജീരകവും കൂടി വരുമ്പോൾ നല്ലൊരു സ്പെഷ്യൽ മണമായിരിക്കും ഈ സമയത്തുണ്ടാകുക. ഇനി ഇതിലോട്ട് നമുക്ക് ചെറിയ സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. വലിയ സവാള ഉണ്ടെങ്കിൽ അതിൻ്റെ പകുതി എടുത്താൽ മതി, സവാള അധികം വേണ്ട. ഇനി ഇതിലോട്ട് 3 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 6 അല്ലി വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ചതച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവാളയും വെളുത്തുള്ളിയും എല്ലാം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാള നല്ലതുപോലെ വഴണ്ട് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടുള്ളതാണ്, ഇതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പകുതി തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. തക്കാളിയും സവാളയും എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. തക്കാളിയെല്ലാം നല്ലതുപോലെ ഒന്ന് വെന്തുടഞ്ഞിട്ട് കിട്ടണം. അതുവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളി വെന്തുടഞ്ഞിട്ട് ഫ്രൈ ആകുന്ന രീതിയിലായി കിട്ടുന്നുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. കറിയുടെ താളിപ്പിന് വേണ്ടി ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നല്ലപോലെ മിക്സാക്കി എടുക്കുക. ഇത്രയും മതി. ഇതിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് 1-2 ടേബിൾ സ്പൂൺ വേണമെങ്കിൽ മാറ്റി വയ്ക്കാം. ലാസ്റ്റ് കറി സെർവ് ചെയ്യുമ്പോൾ ആ സമയത്ത് നമുക്കതിൻ്റെ മേളിലോട്ട് ഇട്ട് കൊടുക്കാനാണ്. ഇപ്പോൾ പരിപ്പ് വെന്ത് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. വിസിൽ വന്നിട്ടുണ്ട്. പരിപ്പ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്, വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷമാണ് പരിപ്പ് ഈ താളിപ്പിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഇതിലോട്ട് കിട്ടുക. നല്ലപോലെ നമുക്കൊന്ന് എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഉപ്പ് ശകലം കുറവുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത്. പിന്നെ ഈ കറി 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ നന്നായിട്ട് കുറുകി കിട്ടും. ചപ്പാത്തിയോടെ കഴിക്കാൻ നല്ലൊരു അടിപൊളി കറിയാണ്. എപ്പോഴും നമ്മൾ നാടൻ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കാം. ഈ ഒരു തിക്നെസ് വേണം. ഇനി ഇതിലോട്ട് ലാസ്റ്റായിട്ട് ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ മല്ലിയിലയും കൂടി ചെറുതായിട്ട് മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കുക. എന്നാൽ മാത്രമാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. ജീരകവും മല്ലിയിലയുടെ ഫ്ലേവറും എല്ലാം കൂടി ചേർത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ദാൽ ഫ്രൈയുടെ ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല രുചികരമായിട്ടുള്ള നമ്മുടെ ദാൽ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിലാണ് ദാൽ ഫ്രൈ ഉണ്ടാക്കിയത്. എളുപ്പവുമാണ്, അതുപോലെ തന്നെ ടേസ്റ്റുമാണ്. ചപ്പാത്തിയുടെ കൂടെ പെട്ടെന്നൊരു കറി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് ദാൽ ഫ്രൈ. ചപ്പാത്തി കൂടാതെ റോട്ടി, നാൻ, റൈസിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു കറിയാണ്. അപ്പോൾ എല്ലാ പേരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ ഫീഡ്ബാക്കായിട്ട് അറിയിക്കുക. ഇൻഷാ അല്ലാ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു.